ബാക്ക് ടു ട്രിപ്പിംഗ് നബാട്ടി. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുള്ള മൂവി തന്നെയാണ് അതിരടിയുടെ റിവ്യൂ ആയിട്ടാണ്. അതിരടിയുടെ റിവ്യൂവിനേക്കാൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. സിനിമ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന രീതികളും ഒക്കെ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിനെയും അവർ വളർന്നു വന്ന സാഹചര്യങ്ങളെയും പിന്നെയുള്ള ഒരു എന്റർടൈൻമെന്റ് വാല്യൂവിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ റിവ്യൂ പറയുന്ന സമയത്ത് തന്നെ കുറെ ആളുകൾക്ക് അറിയാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് സൈലത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ എന്ന് വിചാരിക്കരുത്. എനിക്ക് എന്താണോ പേഴ്സണലി ഫീൽ ചെയ്തത് അതാണ് ഞാൻ ഇതിൽ. അതിരടി എന്ന് പറയുമ്പോൾ ഇതൊരു ക്യാമ്പസ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ഫെസ്റ്റ്, ഒരു എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിന്റെ കഥ നടക്കുന്നത്. ഈ ഒരു തീം ചില ആളുകൾക്ക് വർക്കാവാം, ചില ആളുകൾക്ക് വർക്കാവില്ല. പക്ഷെ ഒരു കോളേജിൽ എന്തെങ്കിലും ഒക്കെ ഒരു ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളവര് അല്ലെങ്കിൽ ആ ഫെസ്റ്റ് നടത്താൻ വേണ്ടി ഇനീഷ്യേറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ പടത്തിലെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് കാര്യം. ഇപ്പൊ ഞാൻ പഠിച്ച കോളേജിൽ ഒരുപാട് ഫെസ്റ്റുകൾ നടത്തിയോണ്ട് തന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണും. ഇത് നമുക്ക് എവിടെയൊക്കെയോ കണ്ടതാണ് എന്നുള്ളത് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് തുടക്കം മുതൽ ഇതിൽ കണക്ട് ആവുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിത് വളരെ കളർഫുൾ ആയിട്ടുള്ള ആദ്യം മുതൽ അവസാനം വരെ എന്താണ് ഫുൾ ഒരു എൻജോയ് വൈബ് എന്നുള്ള രീതിയിലാണ് ഈ പടം ഞാൻ വിചാരിച്ചത് അങ്ങനെ ആയിരിക്കും എന്നാണ് തോന്നിയത്. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് ഭാഗം തന്നെ, അതായത് സിനിമ തുടങ്ങിയ സമയം തന്നെ ഇതിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുസാറ്റിൽ നടന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് അവർ ആ സ്റ്റോറിയെ ഈ ഒരു സിനിമയിലേക്ക് ബ്ലെൻഡ് ചെയ്ത വിധം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് എന്താണ് പേഴ്സണലി ഏറ്റവും കൂടുതൽ കണക്ട് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ബേസിലിന്റെ ക്യാരക്ടറും ചേട്ടനും തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്ന ഒരു ഭാഗമുണ്ട്. കുറെ പേര് പറയുന്നുണ്ട് അവർക്കത് വർക്കായിട്ടില്ല, പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. കാരണം ഒരാളുടെ തുടക്ക ജീവിതത്തിൽ അയാൾ അത്രയും ഇനിഷ്യേറ്റ് ചെയ്ത് നടത്തിയ ഒരു കാര്യം അത് അയാളെ ജീവിതത്തിനെ എന്നേക്കുമായിട്ട് തകർക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു അനുഭവം. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടെക്നിക്കാലിറ്റിനേക്കാൾ കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ ഈ സിനിമയെ കണക്ട് ചെയ്ത് നിർത്തിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ്. ടൊവിനോയെ കുറിച്ചായിക്കോട്ടെ, ബേസിലിനെ കുറിച്ചായിക്കോട്ടെ, അല്ലെ നിങ്ങൾ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ ഈ ഫിലിമിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. കാരണം ഇത് റിയൽ ലൈഫിൽ നടന്ന ഒരു സംഭവമാണ്. സീരിയസ്ലി ഈ പടം കാണുമ്പോഴാണ് അന്ന് ആ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയും അല്ലെങ്കിൽ ആ ഒരു പരിപാടിയുടെ അന്നത്തെ സംഘാടക സമിതിയിലുള്ള ആളുകളെയൊക്കെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു ആസ്പെക്ട് ഞാൻ ഇതുവരെ സത്യത്തിൽ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ഒരു പടം കണ്ട സമയത്താണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എനിക്കറിയില്ല അത് എത്ര പേര് ഈ രീതിയിൽ അതിനെ ചുറ്റി ചിന്തിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെൻ്റൽ ട്രോമയുണ്ട്. അത് വിഷ്ണു അഗസ്ത്യ ചെയ്ത രീതി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ ബേസിൽ, ടൊവിനോ എല്ലാവരും ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ സ്പെഷ്യൽ ഷൗട്ട് ഔട്ടും വിഷ്ണു അഗസ്ത്യ. കാരണം അദ്ദേഹം അത് അവതരിപ്പിച്ചു ഒട്ടും എന്താണ് കൂടുതലായിട്ടല്ല, നമുക്ക് ഭയങ്കര മനസ്സിനെ തട്ടുന്ന രീതിയിൽ ഉള്ള ഒരു രീതിയിലാണ്. സോ ആ ഒരു ഭാഗത്ത് തന്നെ എനിക്ക് പടം കണക്ട് ആയിട്ടുണ്ട് നല്ല രീതിയിൽ. സോ അതിൽ ആ ഒരു ഫെസ്റ്റ് എന്ന് പറയുന്നത് സാംകുട്ടി എന്നുള്ള ബേസിക്കിന്റെ ക്യാരക്ടറിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിച്ചു വെക്കുന്ന സീനുകൾ ഒക്കെ വളരെ രസകരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇറ്റ്സ് എ കംപ്ലീറ്റ് എന്റർടൈനർ മൂവി. നമുക്കത് വളരെ രസകരമായിട്ട് കാണാം. അതിന്റെ എന്റർടൈൻമെന്റ് സൈഡ് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഷാൻ റഹ്മാനാണ് ഞാൻ വിചാരിക്കാത്തതിലും കൂടുതൽ എനിക്ക് വാവ് എന്ന് തോന്നിയ ഒരു എലമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ എനിക്ക് ഉർവശീനൊക്കെ ചില സിനിമകളിൽ കാണുന്ന സമയത്ത് ഒരു ഹൈപ്പ് എന്തോ ഒരു കൂടുന്ന പോലെ തോന്നാറുണ്ട്, പ്രത്യേകിച്ച് കോമഡി ക്യാരക്ടേഴ്സിലേക്ക് ഉർവശി മാം വരുന്ന സമയത്ത്. അതുപോലത്തെ ഒരു രീതിയിലാണ് എനിക്ക് തീർച്ചയായിട്ടും ഇതിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരെയും പടത്തിൽ വർക്ക് ആവുന്ന കാര്യം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ എനിക്ക് ബേസിക്കലി ഇതിൽ വർക്കായ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കണക്ഷനും ഈ ഒരു എലമെന്റും തന്നെയാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ വളരെ എൻജോയ് ചെയ്താണ് കണ്ടത്. അപ്പോൾ ഓരോരുത്തർക്കും കണക്ട് ആവാൻ ഓരോ കാര്യങ്ങൾ മതി. സോ എനിക്കിത് പേഴ്സണലി സീരിയസ്ലി കണക്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ റിവ്യൂ ഇടാതിരിക്കാം. പക്ഷെ എനിക്കിതിലെ ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ചിന്തിച്ച ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി. ആ കാര്യം ഇതിൻ്റെ എഴുത്തുകാർ അഡ്രസ്സ് ചെയ്ത വിധം അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. ഒരിക്കലും ഇതൊരു പെയ്ഡ് റിവ്യൂ അല്ല. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തത്. സോ ആ ഒരു എലമെന്റ് എനിക്കിതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി, ഭയങ്കര അടിപൊളിയായിട്ടും തോന്നി.
സോ എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുൻധാരണകളൊന്നുമില്ലാതെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ബേസ്ഡ് എന്നാൽ ഫാമിലിയുമായിട്ടുള്ള കണക്ട് ചെയ്യുന്ന എല്ലാവർക്കും കുടുംബമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടാവാം, ഇഷ്ടപ്പെടാതിരിക്കാം, തീർത്തും അത് പേഴ്സണലാണ്. സോ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, എനിക്ക് പേഴ്സണലി ഈ മൂവി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ബൈ.